ഹലോ, വെൽക്കം ബാക്ക്. നമ്മളെല്ലാവരും പലപ്പോഴുമായിട്ട് കേൾക്കാനിടയായിട്ടുള്ള പേരാണ് കിം ജോങ് ഉൻ എന്ന് പറയുന്നത്. ലോകത്തിലെ സ്വേച്ഛാധിപതിയായ നോർത്ത് കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉൻ തന്റെ നാട്ടിൽ നടപ്പാക്കിയ കുറച്ച് വിചിത്രമായ നിയമങ്ങളും അതിന്റെ പിന്നിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുതേ. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തേത്, നമുക്കൊക്കെ നമ്മുടെ രാജ്യത്ത് ഏത് സിനിമയോ പാട്ടോ നമ്മുടെ ഇഷ്ടപ്രകാരം ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നോർത്ത് കൊറിയയിലെ ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെയല്ല. 2015 അവരുടെ ഭരണാധികാരിയായ കിം ജോങ് ഉൻ കൊണ്ടുവന്ന നിയമപ്രകാരം അവരുടെ രാജ്യത്ത് മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പാട്ടുകളോ സിനിമകളോ ഒന്നും അവർക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതുപോലെ അവരുടെ TV-യിൽ അവർക്ക് ആകെ ലഭിക്കുന്നത് വെറും 3 ചാനലുകൾ മാത്രമാണ്. അതും ആ 3 ചാനലുകളും തികച്ചും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ എന്ത് കാണണം അല്ലെങ്കിൽ എന്ത് കാണണ്ട എന്നുള്ളത് അവരുടെ ഗവൺമെൻറ് മാത്രം തീരുമാനിക്കും. ഇങ്ങനെ ഇത് ലംഘിച്ച് ആരെങ്കിലും സിനിമയോ പാട്ടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണുവാനോ കേൾക്കുവാനോ ശ്രമിച്ചാൽ അവരെ കാത്തിരിക്കുന്നത് തികച്ചും ഭയാനകമായ ശിക്ഷകൾ. അതുപോലെ തന്നെ മറ്റൊന്നാണ്, അവർക്ക് അവരുടെ രാജ്യത്ത് നിന്ന് ഒരു കാരണവശാലും ഒരു അന്താരാഷ്ട്ര കോൾ ചെയ്യുവാൻ സാധിക്കുകയില്ല. അങ്ങനെ പുറം രാജ്യവുമായി ഒരിക്കലും ബന്ധപ്പെടുവാൻ സാധിക്കാത്ത തരത്തിലുള്ള നിയമങ്ങളാണ് അവിടെയുള്ളത്. അങ്ങനെ ആരെങ്കിലും ഒരു ഇൻ്റർനാഷണൽ കോൾ ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ പിന്നീട് തൂക്കുകയറുകളിലേക്കും മറ്റു വധശിക്ഷകളിലേക്കും നീക്കുകയാണ് ചെയ്യുക. 2007 ഒരു ഫാക്ടറി ഉടമ അങ്ങനെ ഒരു കോൾ ചെയ്ത് ഇൻ്റർനാഷണൽ കോൾ ചെയ്തതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് അവിടുത്തെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത്, നോർത്ത് കൊറിയയിൽ ആരെങ്കിലും ഒന്ന് ഉറങ്ങിപ്പോയാൽ പിന്നീട് അവരെ കാത്തിരിക്കുന്നത് മരണമാണ്. എങ്ങനെയാണെന്നല്ലേ, അവരുടെ ഭരണാധികാരിയായ കിം ജോങ് ഉൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നോ അല്ലെങ്കിൽ ആ സദസ്സിലോ ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ അത് അദ്ദേഹത്തോട് കാണിക്കുന്ന അപമര്യാദയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ 2015 അവരുടെ ഡിഫൻസ് മിനിസ്റ്ററായ ഹ്യോങ് യോങ് ചോൽ ഒരു ദിവസം അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയതിൻ്റെ പേരിൽ പിന്നീട് 100 കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ കൊന്നുകളയുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ പിന്നീട് അത് അദ്ദേഹത്തോട് ചെയ്യുന്ന, അതായത് കിം ജോങ് ഉന്നിനോട് ചെയ്യുന്ന അപമര്യാദയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ അവരെ കാത്തിരിക്കുന്നത് ക്രൂരമായ ശിക്ഷകളും അതുപോലെ തന്നെ മരണവുമാണ്. അതുപോലെ മറ്റൊന്നാണ്, ആ രാജ്യത്ത് ഏതെങ്കിലും ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക അയാൾ മാത്രമായിരിക്കുകയില്ല. ആ കുറ്റം ചെയ്ത ആളുടെ 3 തലമുറ കൂടി ആ കുറ്റത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കണം. അതായത് ഒരാളൊരു കുറ്റം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരും മുത്തച്ഛന്മാരും അതുപോലെ മക്കളും അങ്ങനെ തുടങ്ങിയ 3 തലമുറ വരെ ആ ഗവൺമെൻറ് അല്ലെങ്കിൽ കിം ജോങ് ഉൻ ശിക്ഷിക്കും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പലപ്പോഴും കേട്ട് സുപരിചിതമായ മറ്റൊരു നോർത്ത് കൊറിയയിലെ വിചിത്രമായൊരു നിയമമാണ്, അവിടെയുള്ള ജനങ്ങൾക്ക് വെറും 28 തരത്തിൽ മാത്രമേ അവരുടെ മുടികൾ വെട്ടുവാൻ സാധിക്കുകയുള്ളൂ. അതായത് 18 തരത്തിൽ സ്ത്രീകൾക്കും 10 തരത്തിൽ പുരുഷന്മാർക്കും ആകെ 28 തരം ഹെയർ സ്റ്റൈലുകൾ മാത്രമേ നോർത്ത് കൊറിയയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അടുത്തൊരു വിചിത്രമായ നിയമം എന്താണെന്ന് വെച്ചാൽ, നോർത്ത് കൊറിയയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരിക്കലും അതിൻ്റെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ താമസിക്കുവാൻ സാധിക്കുകയില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായ പെർമിഷനുള്ള അല്ല സമ്പന്നരായ സ്വാധീനമുള്ള ജനങ്ങൾക്ക് മാത്രമേ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ താമസിക്കുവാനുള്ള അനുവാദം ഉള്ളൂ. അതുപോലെ നോർത്ത് കൊറിയയിൽ ഒരിക്കലും ബൈബിളോ അല്ലെങ്കിൽ അതുപോലത്തെ മതഗ്രന്ഥങ്ങളോ കൊണ്ടുപോകുവാനോ ഉപയോഗിക്കുവാനോ സാധിക്കുകയില്ല. അങ്ങനെ കൊണ്ടുപോകുന്നതും ഉപയോഗിക്കുന്നതും വളരെയധികം ക്രൂരമായ രീതിയിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാക്കും. മറ്റൊന്ന്, അവിടെയുള്ള ജനങ്ങൾക്ക് ഐഫോണുകളോ ലാപ്ടോപ്പുകളോ ഒന്നും ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. നോർത്ത് കൊറിയയിലുള്ള ജനങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ ടെക്നോളജികളുമായിട്ട് വളരെ ചുരുങ്ങിയ ബന്ധമോ അല്ലെങ്കിൽ ചുരുങ്ങിയ അറിവുകളോ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്തതായി അവിടെയുള്ള മറ്റൊരു വിചിത്രമായ നിയമം എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള മുഴുവൻ ജനങ്ങളും വോട്ട് ചെയ്യൽ നിർബന്ധമാണ്. നമ്മളെല്ലാവരും ചിന്തിക്കും, ഇത്രയും സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരി അവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും വോട്ട് ചെയ്യുവാനുള്ള അവസരം നൽകുന്നുണ്ടോ എന്ന്. എന്നാൽ അവിടെയുള്ള ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അവർ വോട്ട് ചെയ്യുവാൻ പോകുന്ന സമയത്ത് അവർക്കാകെ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരേ ഒരു പേര് അവരുടെ ഭരണാധികാരിയായ കിം ജോങ് ഉന്നിൻ്റെ പേര് മാത്രമായിരിക്കും. എന്നാൽ മുഴുവൻ ആളുകളും വോട്ട് ചെയ്യലും നിർബന്ധമാണ്. മറ്റൊന്നാണ്, ആ രാജ്യത്തുള്ള ഒരാൾക്കും രാജ്യത്തിൻ്റെ പുറത്തേക്കോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുറത്തുള്ള ഒരാൾക്കും രാജ്യത്തേക്കോ കടക്കുവാനുള്ള അനുവാദം ഉണ്ടായിരിക്കില്ല. അനുവാദമില്ലാതെ ആരെങ്കിലും രാജ്യത്തിൻ്റെ ബോർഡർ കടക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ സൈന്യം അവരെ വെടിവെച്ച് താഴെയിടുന്നതാണ്. നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തെ ഇഷ്ടപ്രകാരമാണ് സൈന്യത്തിലേക്കോ മറ്റ് രാജ്യത്തിൻ്റെ സേവന രംഗത്തേക്കോ നമ്മൾ പോകുന്നത്. എന്നാൽ നോർത്ത് കൊറിയയിൽ അങ്ങനെയല്ല.
എല്ലാ പൗരന്മാരും അവിടെ സൈന്യത്തിൻ്റെ കീഴിൽ സേവനം ചെയ്യൽ അനിവാര്യമാണ്. അതായത് പുരുഷന്മാർ 10 വർഷവും സ്ത്രീകൾ 7 വർഷവും അവരുടെ മിലിറ്ററി സർവീസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. നോർത്ത് കൊറിയയുടെ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയായ കിം ജോങ് ഉന്നിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ ഏതെങ്കിലും തരത്തിൽ അവിടെയുള്ള ജനങ്ങൾ തരം താഴ്ത്തുകയോ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവരെ കാത്തിരിക്കുന്നത് മരണമല്ലാത്ത മറ്റൊന്നുമല്ല. ഈ നിയമം രാജ്യത്തിനകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കും ഒരുപോലെ ബാധകമാണ്. കിം ജോങ് ഉന്നിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവരെ കാത്തിരിക്കുന്നത് ക്രൂരമായ ശിക്ഷയും അതിനുശേഷമുള്ള ക്രൂരമായ മരണവുമാണ്. ഇത്രയും വിചിത്രമായ നിയമങ്ങൾ ആ രാജ്യത്ത് നടപ്പാക്കുന്ന കിം ജോങ് ഉന്നിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഭരണരീതിയെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.